അടുത്ത 4 മാസത്തിനുള്ളിൽ 10 ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാനിരിക്കെ പേസർ വർക്ക് ലോഡ് മാനേജ്മെന്റ് നടത്തുകയാണ് ടീം ഇന്ത്യ. ഫാസ്റ്റ് ബൗളർമാരിൽ ചിലർക്ക് ആവശ്യമായ വിശ്രമം അനുവദിച്ച് പ്രധാന മത്സരങ്ങളിൽ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കാനാണ് ടീം മാനേജ്മെന്റിന്റെ പദ്ധതിയെന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അറിയിച്ചിരിക്കുകയാണിപ്പോൾ. സെപ്റ്റംബർ 19 വ്യാഴാഴ്ച ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പര ആരംഭിക്കാനിരിക്കെയാണ് രോഹിത് ശർമ്മ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്രധാന പേസ് ബൗളർമാർക്ക് വിശ്രമം അനുവദിച്ചേക്കുമെന്ന് രോഹിത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം. മികച്ച കളിക്കാർ എല്ലാ ഗെയിമുകളിലും കളിക്കണമെന്ന് ആഗ്രഹിക്കാമെങ്കിലും അത് സാധ്യമല്ല. മത്സരങ്ങൾ നിരവധിയാണ്. 2 ടെസ്റ്റ് പരമ്പരയ്ക്കിടെ T20 പരമ്പരയും വരുന്നുണ്ട്. ടീമിന് ഏറ്റവും മികച്ചത് എന്താണെന്ന് മനസ്സിലാക്കി ബൗളർമാരെ ക്രമീകരിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 3 ഫോർമാറ്റിന്റെയും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെയും കാലമായതുകൊണ്ടാണ് വർക്ക് ലോഡ് മാനേജ്മെന്റ് കൊണ്ടുവരുന്നത്. ഫാസ്റ്റ് ബൗളർമാരെയാണ് മത്സരാധിക്യം കാര്യമായി ബാധിക്കുക. ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ പേസർമാരായ ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും ഓരോ ടെസ്റ്റിൽ ഇന്ത്യ വിശ്രമം നൽകിയിരുന്നു. ഇതിലൂടെ മുകേഷ് കുമാറിനും അരങ്ങേറ്റക്കാരൻ ആകാശ് ദീപിനും അവസരങ്ങൾ തുറന്നു. ഇന്ത്യക്ക് മികച്ച ധാരാളം ബൗളർമാരുണ്ടെന്നും അതേക്കുറിച്ച് ആശങ്കയില്ലെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കുന്നുണ്ട്. ദുലീപ് ട്രോഫിയിൽ നല്ല പ്രകടനമാണ് ബൗളർമാർ നടത്തിയത്. ജോലിഭാരം നിയന്ത്രിക്കുന്നത് പരിക്ക് മൂലം കൂടുതൽ കളിക്കാർ നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുമെന്നും രോഹിത് പറയുന്നു. ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ അവസാനമായി നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ഏതാനും കളിക്കാരെ പരിക്ക് കാരണം കളിപ്പിക്കാനായില്ലെന്നും ഏതാനും പേർക്ക് പരമ്പരയ്ക്കിടെ പരിക്കേറ്റ് പിന്മാറേണ്ടി വന്നുവെന്നും രോഹിത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ ഉൾപ്പെടെയുള്ള പുതിയ സപ്പോർട്ട് സ്റ്റാഫിന് രാഹുൽ ദ്രാവിഡിന്റെ സംഘത്തിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഉണ്ടാവാമെന്നും രോഹിത് ശർമ്മ പറയുന്നുണ്ട്. ഗംഭീറുമായും മറ്റ് സപ്പോർട്ട് സ്റ്റാഫുമായും തനിക്ക് നല്ല സമവാക്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനെ അവരുടെ നാട്ടിൽ വെച്ച് തന്നെ ടെസ്റ്റ് പരമ്പരയിൽ അടിയറവ് പറയിച്ചാണ് ബംഗ്ലാദേശ് ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. ടെസ്റ്റ് T20 പരമ്പരകൾക്കായി കഴിഞ്ഞ ഞായറാഴ്ചയാണ് ടീം ബംഗ്ലാദേശ് ചെന്നൈയിലെത്തിയത്. ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് ആദ്യ ടെസ്റ്റ് അരങ്ങേറുക. പാകിസ്ഥാനെതിരായ ചരിത്ര വിജയത്തിന് ശേഷം ഇന്ത്യയും കീഴടക്കി ഒരു കാലത്ത് അസാധ്യമെന്ന് കരുതിയ ദക്ഷിണേന്ത്യൻ ഡബിളാണ് ബംഗ്ലാദേശ് ലക്ഷ്യം വെക്കുന്നത്. ബംഗ്ലാദേശ് ഏറ്റവും മികച്ച ഫോമിലാണ് എന്നതിന് സമീപകാലത്തെ അവരുടെ പ്രകടനങ്ങൾ തന്നെയാണ് തെളിവ്. കഴിഞ്ഞ പാക് പരമ്പരയിൽ ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ ഉൾപ്പെടെ 6ൽ 4 ബാറ്റർമാരും ഉജ്ജ്വല ഫോമിലായിരുന്നു. സ്പിൻ ബൗളർമാരും വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ പരമ്പര ജയിക്കുന്നത്. ഇന്ത്യക്കെതിരെയും ചരിത്രം കുറിക്കുമെന്നാണ് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ബംഗ്ലാദേശിന്റെ പ്രഖ്യാപനം. പരമ്പര ഇന്ത്യക്ക് കിട്ടില്ലെന്ന് പലരും ഇതിനോടകം തന്നെ പ്രവചിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. സന്ദർശകരെ ചെറുതായി കാണാൻ രോഹിത് ശർമ്മയും സംഘവും തയ്യാറല്ല എന്നതാണ് ആശ്വാസം. ഇന്ത്യയുടെ പുതിയ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനും ആദ്യ ടെസ്റ്റ് പരമ്പര യഥാർത്ഥ പരീക്ഷണമാണ്. ടെസ്റ്റ് സീസൺ ഉജ്ജ്വല വിജയത്തോടെ തുടങ്ങാനാണ് ഗംഭീർ ആഗ്രഹിക്കുന്നത്. ഗംഭീർ ഒരുക്കിവെച്ച തന്ത്രങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും. പ്ലേയിങ് 11നെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാന ആശങ്ക ബൗളിംഗ് കോമ്പിനേഷനാണ്. പേസർമാരെ സഹായിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഒരുക്കങ്ങൾ കണക്കിലെടുത്ത് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ചും ഫാസ്റ്റ് ബൗളിങ്ങിന് മേൽക്കൈ ലഭിക്കും വിധമാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൗളിംഗിൽ ഇന്ത്യക്ക് 3-2 കോമ്പിനേഷൻ ആയിരിക്കും സ്വീകരിക്കുക.